ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇന്ത്യ എ ശ്രീലങ്ക എ മത്സരത്തിനിടെയുണ്ടായ അനാവശ്യ തർക്കങ്ങളും വിവാദങ്ങളും. വെറും കളിക്കളത്തിലെ മത്സരത്തിനപ്പുറം ഒരു യുവതാരത്തെ ലക്ഷ്യം വെച്ചുള്ള മോശം പെരുമാറ്റമാണ് ഇപ്പോൾ ക്രിക്കറ്റ് പ്രേമിക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. 15 വയസ്സുള്ള ഇന്ത്യയുടെ ഭാവി വാഗ്ദാനം വൈഭവ് സൂര്യവംശിക്കെതിരെ ശ്രീലങ്കൻ താരം നടത്തിയ പരാമർശങ്ങളാണ് ഈ വിവാദത്തിന് തുടക്കമിട്ടത്. എന്താണ് ശരിക്കും നടന്നത്? ശ്രീലങ്കയിൽ നടക്കുന്ന ത്രിരാഷ്ട്ര പരമ്പരയിലെ 4ാം മത്സരത്തിലാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. ഇന്ത്യ എയും ശ്രീലങ്ക എയും തമ്മിലുള്ള മത്സരം വളരെ ആവേശകരമായിരുന്നു. ഇരു ടീമുകളും 265 റൺസ് വീതം നേടിയതോടെ മത്സരം ടൈ ആയി. തുടർന്ന് വിജയിയെ കണ്ടെത്താൻ സൂപ്പർ ഓവർ വേണ്ടിവന്നു. ഈ സൂപ്പർ ഓവറിലാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. എന്നാൽ മത്സരം അവസാനിച്ചതിന് ശേഷം അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. സൂപ്പർ ഓവറിന് ശേഷം ശ്രീലങ്കൻ താരം വിഷയൻ ഹംലബാഗെ ഇന്ത്യൻ താരം വൈഭവ് സൂര്യവംശിയോട് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു എന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ. കളി കഴിഞ്ഞു, ഇനി വീട്ടിലേക്ക് പൊയ്ക്കോളൂ എന്ന് താരം വൈഭവനോട് പറഞ്ഞു. 15 വയസ്സ് മാത്രം പ്രായമുള്ള യുവതാരത്തോട് കാണിച്ച ഈ അഹങ്കാരം കടുത്ത പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത്. ഇതിനെ തുടർന്ന് കളം ചൂടുപിടിക്കുകയും താരങ്ങൾ തമ്മിൽ വാക്തർക്കവും കായികമായ ഏറ്റുമുട്ടലിന്റെ വക്കുവരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തു. പിന്നീട് ഒഫീഷ്യലുകളും മറ്റു താരങ്ങളും ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. ഈ സംഭവത്തിന് പിന്നാലെ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. ലങ്കൻ ഡ്രസ്സിംഗ് റൂമിലും ഇതിനെ ചൊല്ലി ചർച്ചകൾ നടന്നതായും ചിലർ ഇന്ത്യൻ ടീമിനോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഈ വിവാദത്തിന് തുടക്കം കുറിച്ച് സൂപ്പർ ഓവർ സംബന്ധിച്ച തർക്കങ്ങൾ കൂടിയായിരുന്നു. സ്കോർ തുല്യമായപ്പോൾ സൂപ്പർ ഓവർ വേണ്ടെന്ന് ശ്രീലങ്കൻ ടീം നിലപാടെടുത്തിരുന്നു. എന്നാൽ ഇന്ത്യൻ ക്യാപ്റ്റൻ തിലക് വർമ്മ സൂപ്പർ ഓവർ വേണമെന്ന് വാശി പിടിക്കുകയായിരുന്നു. വെളിച്ചം കുറവായിരുന്നിട്ടും അമ്പയർമാർ കളി തുടരാൻ അനുമതി നൽകി. ഇതിൽ ലങ്കൻ ടീമിന് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. സൂപ്പർ ഓവർ വേണ്ടതായിരുന്നു എന്ന് മത്സരശേഷം ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ് ഒഫീഷ്യൽ തന്നെ തുറന്നു പറയുകയുണ്ടായി. ഈ മത്സരത്തിൽ ഇന്ത്യയുടെ പരാജയത്തിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇന്ത്യൻ താരം വിബ്രാജ് നിഗം പിച്ചിന്റെ സംരക്ഷിത ഭാഗത്ത് ഓടി എന്നാരോപിച്ച് അമ്പയർമാർ ഇന്ത്യക്ക് 10 റൺസ് പെനൽറ്റി നൽകിയിരുന്നു. കളി തുടങ്ങുമ്പോൾ തന്നെ ശ്രീലങ്കയുടെ അക്കൗണ്ടിൽ 10 റൺസ് ഉണ്ടായിരുന്നു. ഒടുവിൽ ആ 10 റൺസാണ് മത്സരഫലത്തെ തന്നെ സ്വാധീനിച്ചത്. ഇതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇന്ത്യൻ താരങ്ങൾ മാനസികമായി വലിയ സമ്മർദ്ദത്തിലായിരുന്നു എന്നത് വ്യക്തമാണ്. സ്പോർട്സ്മാൻ സ്പിരിറ്റ് അഥവാ കായിക മാന്യത എന്നതൊക്കെ ക്രിക്കറ്റിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു യുവതാരത്തോട് ഇങ്ങനെ പെരുമാറുന്നതും തീർത്തും അപലപനീയമാണ്. സോഷ്യൽ മീഡിയയിൽ ഇതിനകം തന്നെ ആരാധകർ വലിയ പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നത്. ശ്രീലങ്കൻ ടീമിന്റെ പെരുമാറ്റം പാക് ടീമിനെ പോലെ ആയിപ്പോയെന്ന് വരെ വിമർശനങ്ങൾ ഉയർന്നുണ്ട്. വൈഭവ് സൂര്യവംശിയും തിരിച്ചൊരു പ്രതികരണം നടത്തിയിരുന്നു. എന്നാൽ ഒരു കായിക താരം എന്ന നിലയിൽ അതെല്ലാം വാക്കുകൾ ഒതുക്കി നിർത്തുന്നതാണ് ഉചിതം. എന്തായാലും ICC ഈ വിഷയത്തിൽ ഇടപെടണമോ എന്ന കാര്യം ഇനിയും വ്യക്തമല്ല. പക്ഷേ ക്രിക്കറ്റ് മൈതാനങ്ങളിൽ ഇത്തരം അനാവശ്യ പെരുമാറ്റങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്.